മോർണിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഇല്ലാത്തതിനു വേണ്ടി ഖേദിക്കുകയും അതിനുവേണ്ടി അലയുകയും ചെയ്യുക എന്നതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി. ഒരു ഞായറാഴ്ച കാനഡയിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു വിചിത്ര ആശയം തോന്നി. അവർ പുൽമേട്ടിൽ മേഞ്ഞു നടക്കുകയായിരുന്ന 3 ആടുകളെ പിടിച്ച് അവയുടെ വശങ്ങളിൽ 1, 2, 4 എന്നിങ്ങനെ രേഖപ്പെടുത്തി രാത്രിയിൽ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടത്തിവിട്ടു. പിറ്റേന്ന് രാവിലെ അധികാരികൾ സ്കൂളിൽ എത്തിയപ്പോൾ എന്തോ പന്തികേട് തോന്നി. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആടുകളുടെ കാഷ്ടം അവിടെ എവിടെയായി കാണപ്പെടുന്നു. അവർ ഊർജിതമായി തിരച്ചിൽ ആരംഭിച്ചു. സ്കൂളിലേക്ക് കയറിയ ആടുകളെ അവർ 4 പാടു തിരഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ആ ആടുകളെ അവർക്ക് കണ്ടെത്താനായി. എന്നാൽ 1, 2, 4 നമ്പറുകളിലുള്ള ആടുകളെയാണ് അവർക്ക് കിട്ടിയത്. 1നും 2നും 4നും ഇടയിലുള്ള 3-ാം നമ്പർ ഉള്ള ആടിനെ മാത്രം അവർക്ക് കിട്ടിയില്ല. അവർ വീണ്ടും തെരച്ചിൽ ഊർജിതമാക്കി. പ്രശ്നം രൂക്ഷമാവുമെന്ന് കണ്ട് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. അധ്യാപകർ, സഹായികൾ, വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ആ 3-ാം നമ്പർ ആടിനു വേണ്ടി തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രിയായി, രക്ഷയില്ല. ആടിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടാൻ അല്ലെ? 1, 2, 4 നമ്പറുകളാണ് ആ വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയിരുന്നത്. പതിവ് പോലെ പിറ്റേ ദിവസം സ്കൂൾ തുറന്നു. പിന്നെയും ദിവസങ്ങളോളം ആ 3-ാം നമ്പർ ആട് അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടോ എന്ന് അവിടെ വന്നിരുന്നവർ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഖേദിക്കുന്നു എന്നതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം നമുക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷവും സമാധാനത്തിനും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ പുതിയൊരു കഥയുമായി കാണാം. ഓക്കെ, ബൈ.